bells. നിന്റെ ഈ കൗശലമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്നെപ്പറ്റി അറിയാമല്ലോ. വാലുകൊണ്ടടിച്ചാൽ നീ ശബരിമലയിലും, കാലുകൊണ്ട് ചവിട്ടിയാൽ ഗുരുവായൂരിലും, തുമ്പിക്കൈക്കൊണ്ടെറിഞ്ഞാൽ മൂകാംബികയിലും പോയി വീഴും. അപ്പാ, എല്ലാം പുണ്യസ്ഥലങ്ങളാണല്ലോ. ഒരു മതയാന ഒരു ബോഡി ബിൽഡറെ പോലെയോ ബോക്സറെ പോലെയോ പലതരത്തിലുള്ള തമാശ കാട്ടിക്കൂട്ടിക്കൊണ്ട് എന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. അങ്ങോട്ട് വന്ന കുറുക്കൻ ആനയെ കണ്ട് ഒന്ന് പതറിപ്പോയി. അമ്മോ, രാവിലെ തന്നെ ഇതിന്റെ മുന്നിൽ ചെന്നുവിട്ടാൽ ഇല്ലാത്ത പനി കൂടി വരും. മെല്ലെ ഒന്ന് വലിയുന്നതാണ് ബുദ്ധി എന്ന് കരുതി കണ്ണടച്ച് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പോകാൻ തുടങ്ങി. എന്നാൽ ആ കുറുക്കനെ ആന കണ്ടുപിടിച്ചു. നിക്ക്. ഓ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഗജരാജാവേ? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കണ്ണടച്ചോ? അതൊന്നുമല്ല, കണ്ണിൽ എന്തോ ഒരു കരട് പോയതാണ്. നിന്റെ ഈ കൗശലമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്നെപ്പറ്റി അറിയാമല്ലോ. വാലുകൊണ്ടടിച്ചാൽ നീ ശബരിമലയിലും, കാലുകൊണ്ട് ചവിട്ടിയാൽ ഗുരുവായൂരിലും, തുമ്പിക്കൈക്കൊണ്ടെറിഞ്ഞാൽ മൂകാംബികയിലും പോയി വീഴും. അപ്പാ, എല്ലാം പുണ്യസ്ഥലങ്ങളാണല്ലോ. പുണ്യസ്ഥലങ്ങൾ തന്നെയാ. പക്ഷേ അവിടെയുള്ളവർ നിന്നെ വടികൊണ്ട് അടിച്ചോടിക്കും. അമ്മോ, വേണ്ടേ വേണ്ടേ. കുറച്ചു കാലം നിങ്ങളുടെ കാൽക്കൽ കഴിയാൻ പറ്റുന്നതാണ് എൻ്റെ ഭാഗ്യം. അങ്ങനെ വഴിക്കുക. പറോ, കാട്ടിലുള്ളവർ എന്നെപ്പറ്റി എന്താണ് പറയുന്നത്? അപ്പോഴാണ് ആനയുടെ പിന്നിലെ പൊത്തിൽ നിന്ന് എലി പുറത്തു വന്നത്. നിങ്ങളെ പറ്റിയോ? അബ്ബാ, എന്താ പറയുക ഗജരാജാവേ? ഈ അടുത്ത് നിങ്ങൾ ആ സിംഹത്തെ ചവിട്ടി കൊന്നതിനെ പറ്റി. എന്താണ്? ആന സിംഹത്തെ കൊന്നെന്നോ? എല്ലാം കള്ളമാണ്, ശുദ്ധ നുണ. ഇത് കൊള്ളാമല്ലോ. എനിക്ക് പോലും അറിയാത്ത, ഞാൻ ചെയ്യാത്ത കാര്യമാണല്ലോ ഇവൾ പറയുന്നത്. എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ട് പറ, എങ്ങനെയുണ്ട് ചവിട്ടിയത്? കസ ബിസ എന്ന് ചവിട്ടി കൂട്ടി. അത് നിലവിളിച്ച് നിങ്ങളുടെ കാൽ പിടിച്ചിട്ടും വിടാതെ. അതെ, അതൊക്കെ നീ കണ്ടോ? എന്ത് കാണാൻ? വെറും തള്ളാണ്, വെറും ഗ്യാസ്. ഞാൻ കണ്ടില്ല. എനിക്കത്ര ഭാഗ്യമില്ലായിരുന്നു ഗജരാജാവേ. മുയൽ മാമനാണ് എല്ലാം പറഞ്ഞത്. ഹോ, ഇവൾ ഇതിനെയും ഇതിൽ പെടുത്തിയല്ലോ. എവിടെ? അവനെ ഇങ്ങോട്ട് വിളിക്കൂ. ദാ, പറയുന്ന നേരത്തെ തന്നെ എത്തി. വാ മുയൽ മാമ, ഗജരാജാവ് നിന്നെപ്പറ്റി അന്വേഷിക്കുന്നു. എന്നെ പറ്റിയോ? എന്തിന്? എന്തിനാണെന്നോ? മണ്ടത്തരമേ, ആ കുശാഗ്ര ബുദ്ധിക്കാരി നിന്നെ ഇതിൽ പെടുത്തിയിരിക്കുകയാണ്. പറ മാമ, ഗജരാജാവ് സിംഹത്തെ തോൽപ്പിച്ചു എന്ന് നീ പറഞ്ഞതല്ലേ? ഞാനോ? നീ തന്നെ. ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? മിണ്ടാതിരിക്കും മാമ. മത്തങ്ങ തോട്ടത്തിൽ കണ്ടപ്പോൾ നീ പറഞ്ഞതല്ലേ? നിനക്ക് മറവി രോഗമാണോ മാമാമ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി. തീർന്നു. കള്ളം പറയാൻ അറിയാത്ത മുയലിന് ഇന്ന് നല്ല ഇടി കിട്ടും. പാവം, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാനിവിടെ നിൽക്കുമ്പോ ഇതെന്തൊരു ഓട്ടാണ്? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലേ? എന്റെ പൊന്നാനെ, കൊള്ളാലോ നിന്റെ ഒരു ബുദ്ധി. കള്ളം പറഞ്ഞില്ലെങ്കിൽ മുയലമ്മാവന് ഭജന, കള്ളമാണെന്ന് തെളിഞ്ഞാൽ കുറുക്കനളിയന് ഭജന. എങ്ങനെയുണ്ട്? എന്ന് പറഞ്ഞ് വേഗത്തിൽ അവയുടെ മുന്നിലൂടെ ഓടാൻ തുടങ്ങി. ഞാനിവിടെ നിൽക്കുമ്പോ ഇതെന്തൊരു ഓട്ടാണ്? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലേ? പേടിയല്ല ഗജരാജാവേ, മഴ പെയ്യാൻ പോകുന്നത് പോലെ തോന്നുന്നു. മഴയെന്നാൽ നിങ്ങൾക്ക് പേടിയല്ലേ? പേടിയോ? ഇത്രയും വലിയ ശരീരമുള്ള ആനയ്ക്ക് മഴയെന്നാൽ പേടിയോ? പേടി നിനക്കാണോ ആനയ്ക്കോ? എലി, നീ എന്തായി പറയുന്നത്? നിനക്ക് കുബുദ്ധി വളർന്നു, പക്ഷെ സത്യം മനസ്സിലാക്കാനുള്ള അറിവ് വളർന്നില്ല. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റാൻ ഇഷ്ടപ്പെടും, പക്ഷേ മഴയിൽ നനയാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ? ഓഹോ, അങ്ങനൊരു കാര്യമുണ്ടോ? അത് പോയി. എവിടെ? കുറുക്കൻ അങ്ങോട്ട് നോക്കി. അവിടെ ആനയില്ല. കണ്ടോ, മഴയെന്ന് കേട്ടതും ഇത്രയും വലിയ ആന ഒളിക്കാൻ പോയി. നിന്റെ ബുദ്ധി സമ്മതിക്കണം. എന്റെ ബുദ്ധി അവിടെ നിൽക്കട്ടെ, നിന്റെ ഈ അതിബുദ്ധി ഒന്ന് നിർത്തൂ. അല്ലെങ്കിൽ മുയൽ മാമന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കുറുക്കൻ മുഖം തിരിച്ചു. നീ പറഞ്ഞത് കള്ളമാണെന്നറിഞ്ഞാൽ
നീ തലകുത്തി വീണെന്നെ. ശരി, നമുക്ക് പോകാം. ഇരുട്ടായി. വീണ്ടും നേരം വെളുത്തു. മൃഗങ്ങളെല്ലാം അഹങ്കാരിയായ ആനയെ ഭയത്തോടെ നോക്കാൻ തുടങ്ങി. എന്നാൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അന്ന് ആനയെ കണ്ടില്ല. ആന എവിടെ പോയി എന്ന് എല്ലാവരും ആലോചിച്ചു. എനിക്കെന്തോ ആപത്ത് തോന്നുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ആ, ഒന്നുമില്ല. തിന്നു കൊഴുത്തല്ലേ. കുംഭകർണനെ പോലെ ഉറങ്ങുന്നുണ്ടാവും. എങ്കിലും രാവിലെ വന്ന് വണങ്ങേണ്ട ഗതികേട് ഒഴിവായല്ലോ. തെറ്റ്, അങ്ങനെ സംസാരിക്കരുത്. എന്തിന്? അവനും വനത്തിലെ ഒരു ജീവിയല്ലേ. നമുക്ക് പോയി നോക്കാം. മൃഗങ്ങളെല്ലാം എലിയുടെ വാക്ക് കേട്ട് ആനയെ അന്വേഷിച്ചു. അപ്പോഴാണ് ഒരു വലയിൽ കുടുങ്ങി നിസ്സഹായനായി നിൽക്കുന്ന ആനയെ കണ്ടത്. അയ്യോ, എന്ന് പറഞ്ഞ് എലി ഓടി വന്നു. കുറുക്കൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് വന്നു പറഞ്ഞു, ഇപ്പൊ കിട്ടിയോ? ഇപ്പോൾ എന്തു പറയുന്നു? കാലിൽ വീഴണോ അതോ കരയണോ? അനുഭവിക്കേ. കുറുക്കൻ അലിയ, നീ കൂടുതൽ സംസാരിക്കുന്നു. ആപത്തിലിരിക്കുമ്പോൾ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഏയ്, നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? സഹായമാണത്രേ, സഹായം. വിരലെട്ടത്തോളം ഇല്ല നീ. നീ എന്ത് സഹായം ചെയ്യാനാണ്? കൊമ്പുകൾ മാത്രമല്ല, മരത്തെ പോലും വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ആനയാണ് ആ വലയിൽ കുടുങ്ങി കരയുന്നത്. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? വേട്ടക്കാരനോട് പോയി യാചിക്കുമോ? യാചിച്ചോ, തലമണ്ടക്കിട്ട് ഒരെണ്ണം അവൻ തരും. ഓഹോ, എങ്കിൽ നോക്കിക്കോ. എന്ന് പറഞ്ഞ് എലി വല കടിച്ചു കീറാൻ തുടങ്ങി. വല കഷണങ്ങളായി മാറി. ഗജരാജാവേ, ഇനി പുറത്തു വരൂ. എന്ത്? കാണാൻ ചെറുതാണെങ്കിലും നീ എത്ര വലിയ കാര്യമാണ് ചെയ്തത്. നിന്റെ ഈ ഉപകാരം ഞാൻ ഈ ജന്മം മറക്കില്ല. ചെയ്ത ഉപകാരത്തെക്കുറിച്ച് മറന്നേക്കൂ. പക്ഷേ നിന്റെ ഈ രൂപം കണ്ട് ഇത്ര അഹങ്കാരത്തോടെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ഗജരാജ. ബുദ്ധിബലം കൊണ്ട് ഏതൊന്നിനെയും കീഴടക്കാമെന്ന് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. അതെ അതെ, ഗണപതി ഭഗവാൻ ഈ എലിയെ തന്റെ വാഹനമായി തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്തിന്? ആർക്കും നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെ നീക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ആ വിഘ്നേശ്വരൻ മൂഷികനെ തന്റെ വാഹനമായി തിരഞ്ഞെടുത്തത്. ശരിക്കുള്ള വീരശൂര പരാക്രമി ഈ എലി തന്നെയാണ്. മൃഗങ്ങളെല്ലാം കൈയടിക്കുമ്പോൾ എലി ചിരിച്ചുകൊണ്ട് നോക്കി. ഒരു കാട്ടിൽ ഒരു ആൽമരത്തിന് താഴെ മിൻകി കൊക്കിന്റെയും ടോണി കൊക്കിന്റെയും വീടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരിക്കൽ മിൻകി കൊക്ക് 3 മുട്ടകൾ ഇട്ടു. ദൈവത്തിന്റെ കരുണ, നീ ഇന്ന് ആദ്യമായി മുട്ടയിട്ടിരിക്കുന്നു മിങ്കി. നമ്മൾ വേഗം അമ്മയും അച്ഛനുമാകും. എനിക്കത് ചിന്തിക്കുമ്പോൾ തന്നെ സന്തോഷമാകുന്നു. ഒരു കുറുക്കൻ തന്റെ ഗുഹയിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചിന്തിക്കുമ്പോൾ എന്തോ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ആ 3 മുട്ടയും കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ സന്തോഷമാകും. അപ്പോൾ അവരുടെ അടുത്തേക്ക് മോണ്ടുത്താറാവ് വന്നു. അതെ, വാ മിങ്കി, നീ 3 മുട്ടയിട്ടിരിക്കുന്നല്ലോ. അതിന്റെ അർത്ഥം ഞാൻ അമ്മാവനാകാൻ പോകുന്നു. അതേ മൊണ്ടുച്ചേട്ടാ, താങ്കൾ വേഗം അമ്മാവനായി മാറും. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് സുഖമാണോ മോണ്ടു? ഞാൻ അടിപൊളിയായി പോകുന്നു. നദിയുടെ അടുത്തുള്ള കുളത്തിൽ ഒരുപാട് ഗോൾഡൻ ഫിഷുകളുണ്ട്. ഞാൻ നിങ്ങളെയും അറിയിക്കണമെന്ന് ഓർത്തു. എന്താ പറഞ്ഞേ? ഗോൾഡൻ ഫിഷോ? അത് രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ്. വാ, നമുക്ക് പോയേക്കാം. അവർ രണ്ടുപേരും തങ്ങളുടെ മുട്ട അവിടെ തന്നെ വെച്ച് മോണ്ടു താറാവിന്റെ ഒപ്പം പോയി. അപ്പോൾ കുറുക്കൻ വായിൽ വെള്ളം ഊറിക്കൊണ്ട് മുട്ടയുടെ അടുത്തേക്ക് പോയി. നമ്മൾ മാതാപിതാക്കളാവുന്നത് സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ അമ്മാവനുമാകും, അതിലും എനിക്ക് സന്തോഷമുണ്ട്. കൊള്ളാം, മാതാപിതാക്കളും അമ്മാവനുമാകുന്നു. ഞാനിപ്പോൾ തന്നെ ഇതെല്ലാം തിന്ന് അവരുടെ സ്വപ്നത്തെയും വിഴുങ്ങാൻ പോകുന്നു. ഇത് പറഞ്ഞ് ഓരോന്നായി 2 മുട്ടകൾ ആ കുറുക്കൻ കഴിച്ചു. കൊള്ളാമല്ലോ, നല്ല സ്വാദുള്ള മുട്ട. ഇതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. അതിനുശേഷം ആ കുറുക്കൻ 3ാമത്തെ മുട്ടയും കഴിച്ചു.
വയറ് നിറഞ്ഞു. ഇന്ന് വരെ എത്ര മുട്ട കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മിൻകു കൊക്കിന്റെ മുട്ടയ്ക്ക് നല്ല രുചിയാ. കുറച്ചു കഴിഞ്ഞ് മിൻകിക്കൊക്കും ടോണിക്കൊക്കും തിരിച്ചു വന്നപ്പോൾ കൂട് കാലിയായിരിക്കുന്നു. അയ്യോ, ഇതെന്താ? എന്റെ മുട്ട ആരാ എടുത്തത്? ഏതോ ദുഷ്ടമൃഗം നമ്മുടെ മുട്ട കൊണ്ടുപോയി. മിൻകുവിന് ഇത് കണ്ട് വിഷമമായി. ടോണിയും തല താഴ്ത്തി നിന്നു. എന്നാൽ ദൂരെ നിന്ന കുറുക്കൻ ഒരുപാട് സന്തോഷമായി കാണപ്പെട്ടു. ആ ദിവസം രാത്രി അവർ കുറുക്കമേ വന്നില്ല. അങ്ങനെ നേരവും വെളുത്തു. വാ മിങ്കി, ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞ് നീ വീണ്ടും മുട്ടയിട്. എത്ര നേരം വിഷമിച്ചിരിക്കും? മുട്ടയിട്ട് കഴിഞ്ഞ് പിന്നെയും ആരെങ്കിലും അത് തിന്നാലോ? പിന്നെ നിങ്ങൾ എന്നെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇത് കേട്ട് ടോണി എന്തോ ചിന്തിച്ചു. അവൻ അടുത്തുകിടന്ന കല്ലുകളിൽ നിന്നും ഒരു വെളുത്ത കല്ല് തന്നെ നോക്കിയെടുത്തു. അത് കൂടിന്റെ അകത്തും വെച്ചു. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നമുക്ക് നോക്കാം മിങ്കി. അവൻ പിന്നെയും പോയി ഒരു വെളുത്ത കല്ലും കൂടി എടുത്തുകൊണ്ടുവന്നു. അതും ആ കൂടിന്റെ അകത്ത് വെച്ചു. ഈ 2 കല്ലും കാണാൻ മുട്ട പോലെ തന്നെയുണ്ട്. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമ്മുടെ മുട്ട ആരാണ് മോഷ്ടിക്കുന്നതെന്ന്. ശരി, നോക്കാം എന്താ പറ്റുന്നതെന്ന്. അവർ രണ്ടുപേരും മുൻപോട്ട് നടന്ന് കുറെ ദൂരെ നിന്ന് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം കുറുക്കൻ ഉറക്കം എഴുന്നേറ്റിരുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇവിടെ അതിന് ആരുമില്ലല്ലോ. ആർക്ക് ഗുഡ് മോർണിംഗ് പറയാനാ? ഇത് പറഞ്ഞ് അതിന്റെ നോട്ടം നേരെ മുട്ടയിലേക്ക് തന്നെ പോയി. അതിന്റെ മുഖവും തെളിഞ്ഞു. അത് ഓടി അവിടേക്ക് വന്നു. ഇവർ രണ്ടുപേരും ഇന്ന് രാവിലെ തന്നെ എനിക്ക് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇവർക്ക് എന്നോട് എന്തൊരു സ്നേഹമാ. ഇങ്ങനെ പറഞ്ഞത് നേരെ വാ കൊണ്ടുപോയി വെച്ചു. അയ്യോ, ഓ ഓ അതൊരുപാട് കഷ്ടപ്പെട്ടു. അത് കല്ല് വായിൽ നിന്നും പുറത്തു തള്ളുകയും ചെയ്തു. അയ്യോ ദൈവമേ, ഇത് കല്ലാണല്ലോ. ഈ കൊക്ക് എന്തോ പണി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അടുത്ത തവണ ഞാൻ നോക്കിക്കോളാം. ഇന്നിവിടെ നിന്നും പോയേക്കാം. ഇങ്ങനെ പറഞ്ഞത് തന്റെ ഗുഹയുടെ അകത്തേക്കും പോയി. ദൈവമേ, അതൊരു കുറുക്കനായിരുന്നു. ഇതിന്റെ കയ്യിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമുക്ക് മാതാപിതാക്കളാകാനുള്ള ആഗ്രഹം വിട്ടേക്കാം. ഇത് നമ്മളെക്കാൾ ശക്തനായ മൃഗമാണ്. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട സമയമാ. ഇത് കേട്ട് മിൻകു കൊക്കിന് ഒന്നും തന്നെ മനസ്സിലായില്ല. എന്നാൽ ടോണി കൊക്ക് എന്തോ ഒന്ന് ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മിങ്കി, എന്റെ കൂടെ വാ. മിൻകിക്കൊക്ക് ടോണിക്കൊക്കിന്റെ ഒപ്പം ഒരു ഗുഹയുടെ അടുത്തേക്ക് പോയി. അവിടെ ഒരു സിംഹവും ഇരിപ്പുണ്ടായിരുന്നു. ഷേർഖാൻ, ഷേർഖാൻ, താങ്കളുടെ ജീവൻ അപകടത്തിലാണ്. വേഗം ഇവിടെ നിന്ന് പോകൂ. നീ എന്തായി പറയുന്നത്? എന്റെ ജീവൻ ആര് കാരണമാണ് ആപത്തിലുള്ളത്? ഒരു ക്രൂരനായ കുറുക്കൻ ഇവിടെ ഉണ്ട്. അവൻ ഇതുവരെ ഒരുപാട് മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയുവാ ഷേർഖാനെ അവന്റെ ഗുഹയ്ക്കകത്ത് കയറി കൊല്ലുമെന്ന്. ഒരു കുറുക്കൻ? ഇത് കേട്ട് ഷേർഖാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. ശരി, വിളിച്ചുകൊണ്ടുപോ അവനെ. ഞാൻ എന്റെ ഗുഹയ്ക്കകത്ത് തന്നെ അവന് വേണ്ടി കാത്തിരിക്കാം. നോക്കാം ആരെ കൊല്ലുന്നുവെന്ന്. ശരി ഷേർഖാൻ, നാളെ ഞങ്ങൾ അവനുമായി വരാം. ഇത് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും പോയി. കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ മിൻകി ടോണിയോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തത്? ഷേർഖാനോട് കള്ളം പറഞ്ഞിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ കുറുക്കന്റെ ചിന്തകളാണ് അതിന്റെ ബലഹീനത. നമുക്ക് അവന്റെ ബലഹീനതയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാം, ശ്രദ്ധിച്ച് നീ കേൾക്ക്. ഇങ്ങനെ പറഞ്ഞ് ടോണി മിൻകിയോട് എന്ത് കാര്യമാണ് പറഞ്ഞത്? അവർ രണ്ടുപേരും കൂടിന്റെ അടുത്തേക്ക് പോയി. മിണ്ടാതെ ഉറങ്ങി. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ അവർ മുട്ടയിടും. അവർ പോയതിനു ശേഷം അത് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങൂ. ഇത് പറഞ്ഞ് അവൾ കണ്ണടയ്ക്കാതെ ഇരുന്നു. രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ മിൻകിക്കൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു.
എഴുന്നേൽക്കൂ, പെട്ടെന്ന്, ഞാൻ മുട്ട ഇട്ടു കഴിഞ്ഞു. അയ്യോ, എഴുന്നേൽക്കുവാ. എന്തിനാ അലറുന്നത്? എന്താ പറഞ്ഞത്? മുട്ട ഇട്ടിട്ട് വന്നെന്നു. നിങ്ങളുടെ ഐഡിയ വളരെ നല്ലതായിരുന്നു. ഈ മുട്ട ഞാൻ കൂട്ടിലിടാതെ ഗുഹയ്ക്കകത്താ ഇട്ടത്. ഇതുവരെ ആ ഗുഹയ്ക്കകത്ത് നമ്മുടെ 9 മുട്ടകളുണ്ട്. ഞാൻ ഇപ്പോൾ പോയി നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഓഹോ, ഇപ്പോൾ ഇവർ ഗുഹയ്ക്കകത്ത് മുട്ടയിടാനായി തുടങ്ങിയോ? 9 മുട്ടയെന്ന് കേട്ടിട്ട് എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. ഇന്നെനിക്ക് ന്യൂ ഇയർ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറുക്കനും അവരുടെ പിന്നാലെ പോയി. രണ്ടുപേരും സിംഹത്തിന്റെ ഗുഹയുടെ അകത്തേക്ക് കയറി. കുറുക്കനും ഓടിച്ചാടി പിന്നാലെ പോയി. അയ്യോ, ഇവിടെ നല്ല ഇരുട്ടാണല്ലോ. എവിടെയാ നിങ്ങൾ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഇന്ന് നിങ്ങളെ മുഴുവൻ ഞാൻ കഴിക്കും. ആ! അതിന്റെ ശബ്ദം കേട്ട് ഷേർഖാനും അടുത്തേക്ക് വന്നു. ഷേർഖാനെ കണ്ടപ്പോൾ കുറുക്കൻ പേടിച്ച് വിറച്ചു നിന്നു. ഓഹോ, ഇന്ന് നീ എന്നെ തിന്നുമോ? അതും ജീവനോടെ? വാ, നിനക്ക് ഞാനിന്ന് ന്യൂ ഇയർ പാർട്ടി തരാം. അയ്യോ ഷേർഖാൻ, താങ്കളെ ഞാൻ എങ്ങനെ കഴിക്കാനാണ്? അയ്യോ! ഷേർഖാൻ ചാടി വന്നു. അവളുടെ കഴുത്തും ഷേർഖാന്റെ വായിലായി. ഇത് കണ്ട് മിൻകിക്കും ടോണിക്കും ആശ്വാസം ലഭിച്ചു. അവർ തങ്ങളുടെ കൂട്ടിലേക്ക് തിരിച്ചു വന്ന് മിൻകി 3 മുട്ടയും ഇട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചതുകൊണ്ട് എല്ലാം നന്നായി നടന്നു. ഏറ്റവും വലിയ ശക്തിയെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടയും വിരിഞ്ഞു. അങ്ങനെ അവരുടെ അമ്മയും അച്ഛനും ആകാനുള്ള സ്വപ്നവും നിറവേറി.